ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് ബ്രഹ്മയുഗം എന്ന സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി നോക്കാം കേട്ടോ. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അർജുൻ അശോകനെയും അതേപോലെ തന്നെ കൂട്ടുകാരനായ മണികണ്ഠനെയാണ്. ഇവരാണെങ്കിൽ ഒരു പുഴ കടന്നൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. എന്നാൽ ആ പുഴയിൽ നിറയെ വെള്ളമായതിനാൽ അവർക്കന്ന് പുഴ കടക്കാൻ വേണ്ടി പറ്റിയില്ല. അവർ ആ കാട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ആ കാട്ടിലിരിക്കുമ്പോൾ അവർക്ക് എന്തോ ഇങ്ങോട്ട് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അവരിനെ നോക്കിയിട്ട് ഒരു യക്ഷി, അതായത് ഒരു യക്ഷി വരുന്നുണ്ട്, ഒരു സ്ത്രീ. ആ സ്ത്രീനെ കണ്ടത് അർജുൻ അശോകൻ ആണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. കൂട്ടുകാരനായ മണികണ്ഠനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ആ യക്ഷിയുടെ വലത്തിൽപ്പെട്ട നമ്മുടെ മണികണ്ഠനാണെങ്കിൽ വരുന്നില്ല. നമ്മുടെ യക്ഷിയാണെങ്കിൽ ആ മണികണ്ഠനെ കടിച്ചു കൊല്ലുന്നുണ്ട്. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം കാണിക്കുന്ന നമ്മുടെ അർജുന അശോകനാണെങ്കിൽ നേരെ ഓടിപ്പോയി എത്തുന്നത് ഒരു മനയിലോട്ടാണ്. അങ്ങനെ മനയുടെ ഉള്ളിൽ കയറിയിട്ട് അവിടെയുള്ളൊരു തേങ്ങ കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് സിദ്ധാർത്ഥ് അവിടേക്ക് വരുന്നത്. എന്നിട്ട് ആരാന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അവനൊരു കഞ്ഞി വയ്ക്കുന്ന ഒരു കഞ്ഞിപ്പുരയിലുള്ള ഒരാൾ ആരൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു വഴിതെറ്റി വന്നാണ്, എനിക്ക് പുഴ കിടക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ അശോകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു മനൻ്റെ ഉള്ളിൽ നിന്ന് ആരാത് പറഞ്ഞിട്ടൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ നായകനായ മമ്മൂട്ടിയുടെയാണ്. മമ്മൂട്ടി അങ്ങനെ അവിടേക്ക് വരുന്നിട്ട് ആരാന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ അശോകനോട് ചോദിക്കുന്നുണ്ട്. അർജുൻ അശോകനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോരാമത്തേതിന് അവനൊരു പാട്ടുകാരനാണ് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മമ്മൂട്ടി പറയും, നിങ്ങൾക്ക് ഈ മനയിൽ തന്നെ താമസിക്കാം, ഫുഡും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും, ഇവിടെ തന്നെ കൂടിക്കോളൂ എന്ന് പറയുമ്പോൾ അർജുൻ അശോകൻ പറയും, പറ്റത്തില്ല തമ്പുരാൻ, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം, അവിടെ അമ്മ കാത്തിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ തമ്പുരാൻ പറയുമ്പോൾ അനുസരിക്കാതിരിക്കുന്നു ധിക്കാരി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് നമ്മുടെ അർജുൻ അശോകനും പറയുന്നുണ്ട്. ശേഷം നമ്മുടെ മമ്മൂട്ടിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയും, എൻ്റെ മുറി കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഉള്ളിൽ പോയിട്ട് മുറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. എല്ലാം പഴകി കിടക്കുന്ന പോലെ മുറികളാണ്, മേലുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും, നീ എവിടെയും പോകാൻ പറ്റില്ല, നിൻ്റെ മുറിയിൽ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മുടെ അർജുൻ അശോകനോട് സിദ്ധാർത്ഥ വാണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും മമ്മൂട്ടിയും അതേപോലെ തന്നെ അർജുൻ അശോകനും അവരൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ അശോകനാണെങ്കിൽ എന്നെ ഇവിടെ എത്തിച്ചതിന് ദൈവത്തിന് നന്ദി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ മമ്മൂട്ടിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ഫുഡും അതേപോലെ തന്നെ എനിക്ക് കിടക്കാനുള്ള സ്ഥലവും എല്ലാം തന്നത് ഞാനല്ലേ, പിന്നെ എന്തിനാണ് നീ ദൈവത്തിന് സ്തുതി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദേഷ്യപ്പെട്ട രീതിയിൽ നമ്മുടെ അർജുൻ അശോകനോട് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ അശോകൻ ഞാൻ ഒരു പാട്ട് പാടാമെന്ന് പറയുമ്പോൾ നീ ഇനി ഒന്നും പാടണ്ടെന്ന് നല്ല ദേഷ്യത്തോടെ മമ്മൂട്ടി പറയുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അർജുൻ അശോകനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ആരെയൊക്കെ കുഴിച്ചിട്ട ശവസംസ്കാരം ചെയ്ത പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ട് അർജുൻ അശോകനാണെങ്കിൽ പേടിച്ച് നേരെ മനയിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. നമ്മുടെ അർജുൻ അശോകനാണെങ്കിൽ പുറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ മമ്മൂട്ടി ആണെങ്കിൽ പകിട കളിക്കുകയാണ്. അപ്പോൾ കൂടുന്നു ചോദിക്കുമ്പോൾ അവൻ ആ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മമ്മൂട്ടി പറയും, കളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പണയം വെക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അർജുൻ അശോകൻ പറയും. മമ്മൂട്ടി പറയും, നിൻ്റെ സമയം നിൻ്റെ കയ്യിലുണ്ടല്ലോ, അത് നീ പണയം വെച്ചാൽ മതി, നീ കളി തോൽക്കുകയാണെങ്കിൽ ശിഷ്ടകാലം ഈ മനയിൽ തന്നെ നിനക്ക് കൂടാം, അല്ലെങ്കിൽ നിനക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ അർജുൻ അശോകനാണെങ്കിൽ പേടിച്ചിട്ട് ഞാൻ ഈ കളിക്കില്ല എന്ന് പറയും. പക്ഷെ മമ്മൂട്ടിൻ്റെ നിർബന്ധപ്രകാരം അത് വീണ്ടും ഒരു കളി തുടങ്ങും. അങ്ങനെ ആ കളിയിൽ നമ്മുടെ അർജുൻ അശോകൻ തോൽക്കുകയാണ്. ആ ഒരു നെട്ടലോടെ അർജുൻ അശോകനാണെങ്കിൽ നേരെ പോകുന്നത് നമ്മുടെ സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ സിദ്ധാർത്ഥനോട് പറയും, അങ്ങനെയൊക്കെ നല്ല ബുദ്ധിയാണ്, തമ്പുരാൻ സൂപ്പറാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോൾ സിദ്ധാർത്ഥ പറയും, നീ എല്ലാത് വിശ്വസിച്ചോ, ആള് ഒരു നുണയനാണ്, കള്ളം മാത്രമേ പറയൂ എന്നൊക്കെ പറയുമ്പോൾ അർജുൻ അശോകൻ പറയും, ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം കേൾക്കണ്ട, കേട്ടാൽ നമ്മുടെ തലയുണ്ടാവില്ല എന്നൊക്കെ പറയും. അപ്പോൾ കേട്ടാലും എനിക്കൊന്നുമില്ല എന്ന രീതിയിലൊക്കെ സിദ്ധാർത്ഥ പറയും. പിന്നെ നീ എന്നെ ആജ്ഞാപിക്കാൻ നീ ആരാണെന്ന് പറഞ്ഞിട്ട് അർജുൻ അശോകനോട് ചോദിക്കും. അപ്പോൾ അർജുൻ അശോകൻ പറയും, ഞാൻ ഇവിടുത്തെ ഗസ്റ്റാണ്, അപ്പോൾ നീയും ഞാനും ഇവിടെ ഒരേപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധാർത്ഥനോട് ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ അർജുൻ അശോകൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മമ്മൂട്ടിയും നമ്മുടെ അർജുൻ അശോകനൊക്കെ രാത്രി വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കും. അന്ന് ഒരു കോഴിയായിരുന്നു, ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അവർ കഴിഞ്ഞിട്ട് നമ്മുടെ മമ്മൂട്ടിയാണെങ്കിൽ നമ്മുടെ അർജുൻ അശോകനോട് പറയും, സിദ്ധാർത്ഥൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ ഇല്ല, ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. മുന്നേ ഇതേപോലെ ഒരാൾ ഇവിടെ താമസിച്ചിരുന്നു, അപ്പോൾ ഇവൻ എന്തൊക്കെയോ പറഞ്ഞ് അവർക്ക് പ്രാന്തായി, അവസാനം ഞാൻ അവനെ കൊന്ന് അവളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ മമ്മൂട്ടി പറയും. ഇത് പറയുമ്പോൾ നമ്മുടെ അർജുൻ അശോകന് ഒന്ന് പേടിയാവുന്നുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മമ്മൂട്ടി പറയും, ഫുഡ് എടുത്തിട്ട് പറയും, ഫുഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആജ്ഞാപിച്ച രീതിയിൽ നമ്മുടെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ധിക്കാരം നീ എന്നോട് ധിക്കാരം പറയുന്നു എന്ന് പറഞ്ഞിട്ട് തല താഴ്ത്താൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥ് ആണെങ്കിൽ തല താഴ്ത്തുന്നില്ല. അപ്പോൾ മമ്മൂട്ടി കൈയും കൊണ്ട് ഇങ്ങനെ അവനെ നോക്കുമ്പോഴേക്കും അവനാണെങ്കിൽ തെറിച്ചും മമ്മൂട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ മമ്മൂട്ടിയാണെങ്കിൽ അവൻ്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവന് ശ്വാസം മുട്ടിക്കുന്നുണ്ട്. വിടാൻ വേണ്ടി നമ്മുടെ അർജുൻ അശോകൻ പറയുമെങ്കിൽ നീ എന്നെ ധിക്കരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി ആജ്ഞാപിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവനെ വിടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ശക്തി മമ്മൂട്ടിയിൽ ഉണ്ട് എന്നുള്ളത് അർജുൻ അശോകനും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അർജുൻ അശോകനാണെങ്കിൽ നേരെ നമ്മുടെ സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടിയിട്ട് ആ കന്നിപ്പുരിൻ്റെ അവിടെ പോകുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇയാൾ ആരാണ്, ഇയാൾ മന്ത്രവാദിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിദ്ധാർത്ഥൻ പറയും, നീ അയാളിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഈ മനനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ട് ഈ മനയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്.
ഈ മനയിൽ പണ്ട് ചുടലം പോറ്റി പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആൾ ധ്യാനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയാൾക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പെട്ടിൻ്റെ ഉള്ളിൽ ചാത്തനായിരുന്നു. ഇയാൾക്ക് എന്ത് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചാത്തനും കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമായിരുന്നു. അയാൾ ആ ചാത്തനെ ക്രൂരമായി തന്നെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ചാത്തന് ഇതൊന്നും സഹിക്കാൻ പറ്റാതെ നമ്മുടെ ചുറ്റിലും പോറ്റിനെ തന്നെ കൊന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആത്മാവിനെ ആവാഹിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള നമ്മുടെ ചുടലം പോറ്റിൻ്റെ എല്ലാ ആൾക്കാരെയും ആ ചാത്തൻ കൊന്നു. ഇവിടെ വന്ന് ആവാഹിക്കാൻ വന്ന എല്ലാവരെയും കൊന്നു. അവസാനമായിട്ട് ഈ മനയിൽ ആ ചാത്തനെ പിടിക്കാമെന്നത് നമ്മുടെ മമ്മൂട്ടിയാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാത്രി കാര്യങ്ങളിൽ ഇതിൽ കൂടെ ഇറങ്ങി നടന്നു എന്ന് പറഞ്ഞാൽ നിനക്കുള്ള കുഴിയും ഞാൻ കുത്തേണ്ടി വരുമെന്ന് പറയും. പിന്നെ നമ്മുടെ അർജുനാശോകൻ എന്ന് നോക്കുമ്പോൾ ആ യക്ഷി ഫസ്റ്റ് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടല്ലോ, ആ യക്ഷി ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ആ മമ്മൂട്ടിയായിട്ട് ഇവർ പരസ്പരം ഒന്നിക്കുന്നത് നമ്മുടെ അർജുനാശോകൻ കാണുകയാണ്. അവൻ പേടിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ അർജുനാശോകൻ നേരെ പോകുന്നത് സിദ്ധാർത്ഥിൻ്റെ അടുത്താണ്. നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വാഴ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവനെ തള്ളി വിടുകയാണ്. നീ പോയി, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ഫുഡ് വെക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി വിടുന്നു. അങ്ങനെ അർജുനാശോകനാണെങ്കിൽ വേഗം പോയിട്ട് അവൻ്റെ തുണികളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിയുമ്പോഴേക്കും അവിടെ മമ്മൂട്ടി വരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് അർജുനാശോകൻ പറയുന്നുണ്ട്. നല്ല മഴയാണ്, നീ എങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ നമ്മുടെ അർജുനാശോകൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഇടിയും മിന്നലും ആയിട്ടുള്ള നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ മഴയാണെങ്കിൽ നിർത്താതെ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ രാത്രിയിൽ നമ്മുടെ അർജുനാശോകനെ കുടിക്കാൻ വേണ്ടി കുറച്ച് കള്ളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മഴയാണെങ്കിൽ മാറുന്നതേ ഇല്ല. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നമ്മുടെ അർജുനാശോകൻ വന്ന് നോക്കുമ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ ഒരു കുഴി എടുക്കുന്നുണ്ട്. അവിടെ മമ്മൂട്ടിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അർജുനാശോകന് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്. തനിക്ക് വെച്ച കുഴിയാണെന്ന് പറഞ്ഞ് പേടിച്ച അർജുനാശോകനാണെങ്കിൽ ആ മനയിൽ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടി ഓടുകയാണ്. എന്നാൽ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അർജുനാശോകന് നെഞ്ചുവേദനയും അതേപോലെ തന്നെ ചോര തുപ്പലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവനിക്ക് അവിടുന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവനിക്ക് പുറകിലോട്ട് പോകാൻ മാത്രമേ പറ്റുന്നുള്ളൂ, എന്നാൽ മുന്നോട്ട് പോകാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവൻ പുറകിലോട്ട് പോയി വരുന്ന അവിടെ മമ്മൂട്ടിയാണെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ എന്ന് പറയും. അപ്പം നമ്മുടെ മമ്മൂട്ടി അപ്പോൾ അർജുനാശോകനാണെങ്കിൽ അവൻ്റെ കാല് പിടിച്ചിട്ട് എന്നെ പോകാൻ വേണ്ടി അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാലും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മമ്മൂട്ടിയാണെങ്കിൽ നിനക്ക് ഞാൻ പോകാനുള്ള അനുമതി തരുന്നില്ല, നീ ഇവിടെ തന്നെ നിന്നാൽ മതി പറഞ്ഞിട്ട് ഒരു കൊലച്ചിരിയും കാര്യങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ സിനിമയുടെ ഇൻ്റർവെൽ ബ്ലോക്ക് തന്നെ ആവുന്നത്. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥിനെയും അർജുനാശോകനെയും കാണിക്കുന്നത്. അപ്പോൾ അർജുനാശോകൻ്റെ അടുത്ത് സിദ്ധാർത്ഥ പറയുന്നത്, എനിക്ക് ഈ മന വിട്ട് പുറത്തു പോകാൻ പറ്റില്ല, അതൊരു കുരുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്ന് ആർക്കും പുറത്തു പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് പറഞ്ഞ് എനിക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇവർ അറിയണ്ടല്ലോ എൻ്റെ മേലെ ഒരു ചാത്ര ഉണ്ടെന്ന് പറഞ്ഞില്ല, അങ്ങോട്ടേക്ക് നമ്മുടെ അർജുനാശോകനെ കൊണ്ടുപോകും. അവളുടെ ബോഡിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാകും. അത് ആരുടെ ബോഡി എന്ന് അറിയാമെന്ന് നോക്കുമ്പോൾ നമ്മുടെ അർജുനാശോകൻ നെട്ടിപ്പോവുകയാണ്. അത് നമ്മുടെ യഥാർത്ഥ മമ്മൂട്ടിയുടെ ബോഡിയായിരുന്നു. അപ്പോൾ ഈ മമ്മൂട്ടി ഓൾറെഡി ഈ ചാത്തിനെ ആവാഹിക്കാൻ വന്നപ്പോൾ മരിച്ചിരുന്നു. ഇപ്പോൾ മമ്മൂട്ടിൻ്റെ ശരീരത്തിലുള്ളത് നമ്മുടെ ചാത്തൻ്റെ പ്രേതമാണ്. അത് ചാത്തൻ ഒരു മമ്മൂട്ടിൻ്റെ രൂപത്തിൽ ഇവിടെ അലഞ്ഞിരുന്ന് നടക്കുകയാണ്. ശരിക്കും നോക്കിയാൽ അറിയാം അയാളൊരു മനുഷ്യനല്ല, അയാൾ ദൈവസൃഷ്ടിയുള്ള ഇല്ലാത്ത എന്തോ സാധനമാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ സിദ്ധാർത്ഥും അതേപോലെ തന്നെ അർജുനാശോകനും ചേർന്നിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ യഥാർത്ഥ മമ്മൂട്ടി ഉണ്ടല്ലോ അതിൻ്റെ ബോഡി എടുത്തിട്ട് ഇവർ ആ കുഴിയിൽ കുഴിച്ചിടുന്നു. അതിനുശേഷം മണ്ണൊക്കെ മൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇവർ ഇരിക്കുമ്പോൾ ഒന്ന് സംസാരിക്കുന്നുണ്ട്, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ എന്നിട്ട് സിദ്ധാർത്ഥ പറയുന്നുണ്ട്. ഈ മനേൻ്റെ ഒരു അറയിൽ ഒരു വിളക്കുണ്ട്, ആ വിളക്കാണ് ഈ ചാത്തൻ്റെ ശക്തി. ആ വിളക്ക് ഊതിക്കെടുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാം, അതേപോലെ തന്നെ ചാത്തനെ ആവാഹിക്കുകയും ചെയ്യാം. എന്നാൽ ആ വിളക്കുള്ള ആ റൂമിൻ്റെ ചാവി എപ്പോഴും ചാത്തൻ്റെ അതായത് മമ്മൂട്ടിൻ്റെ അരയിലാണ്, അത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. നമ്മൾ ഫുഡ് കൊടുക്കുമല്ലോ, ഫുഡ് കൊടുക്കലും ഒന്നിലും മയക്കുമരുന്ന്, അല്ലെങ്കിൽ നമുക്ക് കള്ള് കൊടുത്തിട്ട് ചാത്തനെ സൈഡാക്കാം, എന്നിട്ട് ചാവി എടുക്കാം. ചാവി എടുക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞിട്ട് അർജുനാശോകനോട് പറയുന്നുണ്ട്. അപ്പോൾ അർജുനാശോകനും ഓക്കെ നമ്മൾ അതേപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ശേഷം ഒരു ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയായിരിക്കും. സിദ്ധാർത്ഥ മാത്രമായിരിക്കും കന്നിപ്പോരിൽ ഉണ്ടാകുക. അപ്പോൾ അവിടേക്ക് നമ്മുടെ മമ്മൂട്ടി വരുന്നുണ്ട്. മമ്മൂട്ടി വന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ട്. നീ അവനിക്ക് കള്ളൊക്കെ എടുത്തു കൊടുത്തു, അവൻ വന്നതിന് ശേഷം നീ എൻ്റെ ചിട്ടകളൊന്നും പാലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിദ്ധാർത്ഥ പറയും, ഞാൻ ഇനി പാലിച്ചോളാം, ഇനി അങ്ങ് പറയുന്ന എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയും. വൈകാതെ അവനിക്കൊരു കുഴിയെടുക്കണം എന്ന് പറഞ്ഞ് നമ്മളെ മമ്മൂട്ടി നമ്മുടെ സിദ്ധാർത്ഥനോട് പറയുകയാണ്. പിന്നെ അന്ന് ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയായിരിക്കും. അതേപോലെ നമ്മുടെ അർജുനാശോകനാണെങ്കിൽ മമ്മൂട്ടിക്ക് വേണ്ട പാനീയം അതായത് കള്ളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മമ്മൂട്ടി അവിടെ ഉറങ്ങുമായിരിക്കും. അപ്പോൾ ചെറിയൊരു കത്തി എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ അർജുനാശോകനാണെങ്കിൽ അവൻ്റെ മമ്മൂട്ടിൻ്റെ അരിയിലൊക്കെ തപ്പി നോക്കുന്നുണ്ട് ചാവി ഉണ്ടോ എന്നുള്ളത്. പെട്ടെന്ന് നമ്മുടെ മമ്മൂട്ടി എണിച്ചിട്ട് അവൻ്റെ അർജുനാശോകൻ്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ വായിലോട്ട് നോക്കുന്ന എനിക്ക് ഞാൻ നരകം കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഡോറിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അത് കേട്ടതും മമ്മൂട്ടിയാണെങ്കിൽ അർജുനാശോകനെ താഴെ വിടുന്നുണ്ട്. എന്നിട്ട് ആ ചാവിയുള്ള അരിയിൽ ചാവി ഉണ്ടോ എന്ന് തപ്പി നോക്കുന്നു.
പോകുന്നുണ്ട്, എന്നാൽ ചാവിയില്ല. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ മമ്മൂട്ടിക്ക് മനസ്സിലാകുക സിദ്ധാർത്ഥിൻ്റെ ഒപ്പം കഴുത്തി പിടിച്ചിട്ട് കഞ്ഞിപ്പുരയിൽ പോയി സംസാരിച്ചിട്ടുണ്ടായില്ല, അവനിക്ക് കുഴി വെട്ടണം എന്ന് പറഞ്ഞല്ലേ. ആ സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ ആണെങ്കിലും മമ്മൂട്ടി അറിയാതെ ആ ചാവി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് ആ അറയും തുറന്ന് ഉള്ളിലോട്ട് പോയിട്ട് ആ വിളക്കണയിക്കുന്നുണ്ട്. അങ്ങനെ വിളക്കണിഞ്ഞതും നമ്മുടെ ചാത്തനായ മമ്മൂട്ടിൻ്റെ ശക്തിയെല്ലാം ക്ഷയിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിൻ്റെ അടുത്തെത്തിയ അർജുനാശോകനാണെങ്കിൽ നീ എന്നെ ചതിക്കായിരുന്നില്ല, നീ എന്നെ ചാത്തിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവനോട് പ്രശ്നം ഉണ്ടാക്കിയായിരിക്കും. അപ്പോഴാണ് നീ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നിർത്തി, നമുക്ക് ചാത്തിനെ ആവാഹിക്കണം, ഇപ്പോൾ അവനിക്ക് ശക്തിയില്ല, പെട്ടെന്ന് ആ പെട്ടി എടുക്കുക, പെട്ടിൻ്റെ ഉള്ളിൽ ആവാഹിച്ചാൽ മാത്രമേ നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത പക്ഷം നമ്മൾ എവിടെ പോയി വിളിച്ചാലും ചാത്തിന് വന്ന് നമ്മളെ കൊല്ലും, അതുകൊണ്ട് ഇനി അധികം സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുനാശോകനെയും കൂട്ടിയിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥും അർജുനാശോകനും കൂടിയിട്ട് നമ്മുടെ മമ്മൂട്ടിയുള്ള അറയിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്ക് വാ, ഒളിഞ്ഞിരിക്കാതെ പുറത്തേക്ക് വാ പറഞ്ഞിട്ട് സിദ്ധാർത്ഥ വിളിക്കുന്നുണ്ട്. അപ്പോൾ മമ്മൂട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ പറയും, ഞാൻ ആരാന്ന് എനിക്കറിയോ, ഞാൻ യഥാർത്ഥ മമ്മൂട്ടിൻ്റെ മകനാണെന്ന് നിന്നെ തളയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. പിന്നെ അവിടെ ചെറിയ അടിയും പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ അർജുനാശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥും കൂടി ചേർന്നിട്ട് നമ്മുടെ ചാത്ത മമ്മൂട്ടിയെ കീഴ്പ്പെടുത്തുകയാണ്. സിദ്ധാർത്ഥ് നേരെ പോയിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ കയ്യിലുള്ള ഒരു മോതിരമുണ്ട്. ഈ മോതിരം ആരുടെ കയ്യിലുള്ള ഉള്ളത്, അവർക്കാണ് ഈ ചാത്തിനെ അടിമപ്പെടുത്താനുള്ള ഒരു കൈവശമുള്ള ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ മോതിരം എടുക്കുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ മമ്മൂട്ടിൻ്റെ എല്ലാ ശക്തിയും ക്ഷയിക്കുന്നുണ്ട് ചാത്തൻ്റെ. അങ്ങനെ കയ്യിലുള്ള തീപ്പന്തം നമ്മുടെ മമ്മൂട്ടിൻ്റെ മേലേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ മമ്മൂട്ടിയാണെങ്കിൽ ഇങ്ങനെ കത്തുന്നുണ്ട്. എല്ലാം കത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ മമ്മൂട്ടിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചാത്തൻ വെളിയിലോട്ട് വരുന്നുണ്ട്. ആ ചാത്തൻ വന്നിട്ട് ഒരവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് പറയും, ഇനി മുതൽ ഞാനാണ് നിൻ്റെ യജമാൻ എന്ന് പറഞ്ഞിട്ട് ആ മോതിരം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് കയ്യിലിടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അർജുനാശോകൻ പറഞ്ഞിട്ട്, അരുത്, നീ ഇത് കയ്യിലിടരുത്, നീ അത് ഇട്ട് പറഞ്ഞാൽ നീയും ഈ മമ്മൂട്ടിനെ പോലെയാവും, ഒരു ദുഷ്ടനാവും, അപ്പോൾ ഇനി ഇതാർക്കും സംഭവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയും, ഇതെൻ്റെ അവകാശമാണ്, അത് ഞാൻ നേടിയെടുത്തു, ഇതിന് തടസ്സം നിന്ന് പറഞ്ഞ് ഞാൻ നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ അർജുനാശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥും കൂടി അവിടെ ചെറിയൊരു തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. രണ്ടുപേർക്കും നല്ല രീതിയിൽ പരിക്കും കാര്യങ്ങളൊക്കെ ആവുന്നു. അങ്ങനെ തല്ലിൻ്റെ അവസാനം ഇവർ നിന്ന് അവിടെയൊക്കെ തീ പിടിക്കുന്നുണ്ട്. അങ്ങനെ മനയൊക്കെ ഇടിഞ്ഞു വീഴാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അർജുനാശോകനാണെങ്കിൽ ആ മോതിരം എടുത്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പോകുന്നതിന് മുമ്പ് ആ മാനയെ ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ബാക്കിൽ വന്ന ഒരാൾ തല്ലുന്നത്. അതാരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ ആയിരിക്കും. സിദ്ധാർത്ഥ് നമ്മുടെ അർജുനാശോകനെ നല്ല തല്ലും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കും. അപ്പോഴാണ് പെട്ടെന്ന് സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുക. സിദ്ധാർത്ഥ് ചോദിക്കും, നിൻ്റെ കാതിലുള്ള ആ കടുക്കുണ്ടല്ലോ ഇടതുവശത്തായിരുന്നില്ല, ഇതിപ്പോൾ എങ്ങനെ വലതുവശത്ത് പോയി പറഞ്ഞ് ചോദിക്കും. അതേപോലെ തന്നെ അവൻ്റെ കയ്യിൽ നോക്കുമ്പോൾ ആ മോതിരം നമ്മുടെ അർജുനാശോകൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ സിദ്ധാർത്ഥിന് മനസ്സിലാവും യഥാർത്ഥ അർജുനാശോകൻ ഓൾറെഡി അവിടെ ആ തീപിടുത്തത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ചാത്തനാണ്, അത് അർജുനാശോകൻ്റെ വേഷത്തിലുള്ള ചാത്തനാണ്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ അവിടെ നിന്ന് വേഗം ഓടിപ്പോകുന്നുണ്ട്. നേരെ അവൻ ഓടിപ്പോയത് നേരെ എത്തുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഫ്രണ്ടിലാണ്. ഇവന് ഏതോ പ്രാന്തന്മാരാണെന്ന് വിചാരിച്ച ബ്രിട്ടീഷുകാരാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥിനെ അവിടെ വെച്ചിട്ട് തന്നെ വെടിവെച്ച് കൊല്ലുന്നു. സിദ്ധാർത്ഥ ആ പുഴയിൽ എങ്ങനെ ഒലിച്ചു പോവുകയാണ്. അപ്പോൾ അർജുനാശോകനാണെങ്കിൽ വേഗം വന്നിട്ട് മുഖവും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് ഒരവിടേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. എന്നിട്ട് തിരിയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് അർജുനാശോകനല്ല, ചാത്തനാണ്. അതായത് ഈ ക്ലൈമാക്സിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ എല്ലാ അധികാരമുള്ള നമ്മുടെ ചാത്തനുണ്ടല്ലോ, എല്ലാ ആൾക്കാരെയും അടിമകളായിട്ട് നിർത്തുന്നുണ്ട്. ഇപ്പോൾ ചാത്തൻ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അതായത് ചാത്തൻ പോകുമ്പോൾ വേറെ അടിമകളാക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർ വരും. അതിപ്പോൾ വന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ചാത്തൻ്റെ കളികൾ കഴിഞ്ഞു, ഇനി അടുത്തത് ബ്രിട്ടീഷുകാരൻ്റെ കളികൾ. ബ്രിട്ടീഷുകാർ ഇതേപോലെ അടിമകളാക്കി വയ്ക്കും. അപ്പോൾ നമ്മുടെ അർജുനാശോകൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന അവിടെ വെച്ചിട്ടാണ് നമ്മുടെ സിനിമ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, സിനിമ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.